ഗായ്സ്, ലോകത്തെമ്പാടും കണ്ണീരോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇന്നത്തേക്ക് യുദ്ധം തുടങ്ങിയിട്ട് 7-8 ദിവസമായി. കനത്ത നഷ്ടങ്ങളല്ലാതെ അവർക്ക് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിലെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് നിരപരാധികളുടെ ജീവനും ഇതിൽ പൊലിഞ്ഞു പോകുന്നുണ്ട്. ഇരുഭാഗത്തും യുദ്ധം വളരെ രൂക്ഷമായി നടക്കുന്നതുകൊണ്ട് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഇസ്രയേലിനെ സഹായിച്ചാൽ ഇസ്രയേലിന് കൊടുക്കുന്ന അതേ മറുപടി ആയിരിക്കും യുഎസിന് നൽകുക എന്നാണ് യുഎന്നിലെ ഇറാനിയൻ അംബാസിഡർ അലി ബെഹ്റൈൻ പറഞ്ഞത്. അതായത് പുലർച്ചെയും രാത്രി വൈകിയുമൊക്കെ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അവരുടെ പ്രസ്റ്റീജിയസ് ആയ ഹൈപ്പർസോണിക് മിസൈലുകൾ, അതായത് സത്താർ-1 ഒക്കെ പതിക്കുകയുണ്ടായി. ഇതൊക്കെ വന്ന് പതിക്കുന്ന സ്ഥലത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. യുഎസ് ഇസ്രയേലിനെ സഹായിച്ചാൽ ഇത്തരം നടപടികൾ അവർക്ക് നേരെയും ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മുന്നറിയിപ്പ്. ഗൈസ്, ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത്തരത്തിലൊരു യുദ്ധം വളരെ വലിയ നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തുള്ള ഒരുപാട് പ്രസ്റ്റീജിയസ് ആയ റിസോഴ്സുകളും ഇതിലൂടെ നഷ്ടപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.